Hi friends, how are you? I hope all of you are fine and doing well. ഇന്നൊരു പുതിയ വീഡിയോ, പുതിയ ടോപ്പിക്, ഒരു ക്ലാരിഫിക്കേഷനാണ് കേട്ടോ. ഒരു ഒരു കൺഫ്യൂഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ എല്ലാവർക്കും യൂസ് ആവട്ടെ എന്നുകൊണ്ട് വീഡിയോ ആക്കി എടുത്തിട്ടു. റൈറ്റ്, all my family members are like on the press. Newcomers, please subscribe and we will start with a smile. Thank you. പറഞ്ഞു, പറയുക, സേ, ടെൽ, പറഞ്ഞു, സെഡ്, ടോൾഡ്, അല്ലേ? അതിൻ്റെ മീനിങ് അതല്ലേ? പറഞ്ഞു, സെഡ്, ടോൾഡ്, അതാണ് നാച്ചുറൽ മീനിങ്. ബട്ട് ഈ സെഡും ടോൾഡും ഇത് എവിടെ യൂസ് ചെയ്യും? ഇത് രണ്ടിനും ഒരു ഡിഫറൻസ് ഉണ്ട്. യൂസ് ചെയ്യേണ്ട ഡിഫറെൻറ്റ് സ്ഥാനങ്ങൾ എവിടെയാണ്, സ്ഥലം എവിടെയാണ്? വേർ ക്യാൻ വി യൂസ് ദീസ് ടു ഡിഫറെൻ്റ്ലി എന്നൊന്നറിയണം അല്ലേ? അതിനാണ് ഈ വീഡിയോ. അവൻ പറഞ്ഞു, ഷീ സെഡ്, അല്ലെങ്കിൽ ഹീ ടോൾഡ്. അവൾ പറഞ്ഞു, ഷീ സെഡ്, ഷീ ടോൾഡ്. അവൻ പറഞ്ഞു, ഹീ ടോൾഡ്, ഹീ സെഡ്. രണ്ടും ശരിയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഡിഫറൻസ് അറിയുന്നത്? സെഡും ടോൾഡിൻ്റെ മീനിങ് പറയുക, പറഞ്ഞു എന്നാണ്. പക്ഷേ ഇതിൻ്റെ മീനിങ് അറിയണ്ടേ, ഡിഫറൻസ് അറിയണ്ടേ? സോ ആ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അവൾ അത് പറഞ്ഞു, ഷീ സെഡ് ദാറ്റ്. അവനൊരു കഥ പറഞ്ഞു, ഹീ സെഡ് വൺ സ്റ്റോറി. അവൾ മാപ്പ് പറഞ്ഞു, ഷീ സെഡ് സോറി. അവൾ വൈകുന്നേരം പറഞ്ഞു, ഷീ സെഡ് ഇൻ ദി ഈവനിങ്. അവൻ ക്ലാസ്സിൽ പറഞ്ഞു, ഹീ സെഡ് ഇൻ ദി ക്ലാസ്. അവർ നുണ പറഞ്ഞു, ദേ സെഡ് ലൈ, ദേ സെഡ് ലൈ. പക്ഷെ അവൾ നേര് പറഞ്ഞു, ഷീ സെഡ് ദി ട്രൂത്ത്, ഷീ സെഡ് ദി ട്രൂത്ത്. ഇനിയും കൺഫ്യൂഷൻ തീർന്നില്ലല്ലേ? ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം സെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ സെഡ് അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മാറ്റി ടോൾഡ് പറയാം. അവൻ പറഞ്ഞു, ഹി ടോൾഡ്. അവൻ എന്നോട് പറഞ്ഞു, ഹി ടോൾഡ് മീ. അച്ഛനോട് അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു, ഹി ടോൾഡ് ഡാഡി അബൌട്ട് ഹിസ് നീഡ്സ്. ഹി ടോൾഡ് ഡാഡി അബൌട്ട് ഹിസ് നീഡ്സ്. അമ്മയോട് സ്നേഹം പറഞ്ഞു, ഹി ടോൾഡ് മം ഹിസ് ലവ്. ഹി ടോൾഡ് ഹിസ് ലവ് ടു മം. അവർ ഞങ്ങളോടെല്ലാം പറഞ്ഞു, ദേ ടോൾഡ് അസ് എവറിത്തിങ്. ദേ ടോൾഡ് അസ് എവറിത്തിങ്. ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ഹി ടോൾഡ് മീ അബൌട്ട് യു. ഹി ടോൾഡ് മീ അബൌട്ട് യു. ഇപ്പം മനസ്സിലാവും ഏതാ ഡിഫറൻസ് എന്നുള്ളത്? വെറുതെ എന്തെങ്കിലും വിഷയങ്ങളോ സംഭവങ്ങളോ കാര്യങ്ങളോ വിഷമങ്ങളോ ഒക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ സെഡ്. ഹി സെഡ് ദാറ്റ് മാറ്റർ. ഹി സെഡ് വൺ സ്റ്റോറി. ഹി സെഡ് സോറി. ഹി സെഡ് അബൌട്ട് യു. ഹി സെഡ് ദി ക്ലാസ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിഷയങ്ങൾ മാത്രമുള്ളതുകൊണ്ട് അവിടെ സെഡ് യൂസ് ചെയ്യും. ആരോട് പറയുന്നു, ആരെക്കുറിച്ചോ പറയുന്നത്. ഇങ്ങനെ അവിടെ ഒരു ഹ്യൂമൻ ബീയിങ്, അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യം, നിന്നെക്കുറിച്ചോ അല്ല എന്നോടോ. വെൻ ദർ ഈസ് എ തേർഡ് പേഴ്സൺ പ്രസൻറ്റ്, അങ്ങനെയുള്ള സെൻറ്റൻസ് വരുമ്പോൾ ടോൾഡ് വരും. അവൻ എന്നോട് പറഞ്ഞു, ഹീ ടോൾഡ് മീ. അവൻ നിന്നെക്കുറിച്ച് പറഞ്ഞു, ഹീ ടോൾഡ് അബൌട്ട് യു. ഹീ ടോൾഡ് മീ അബൌട്ട് ഹിസ് വറീസ്. ഹീ ടോൾഡ് ഹിസ് മം അബൌട്ട് ഹിസ് affection. He told his sister about his troubles. He told his father about his necessities. അവൻ്റെ അച്ഛനോട് അവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച്, അത്യാവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവൻ്റെ സഹോദരിയോട് അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. മീ അബൌട്ട് യു. അവൻ എന്നോട് നിന്നെക്കുറിച്ച് പറഞ്ഞു. ടോൾ മൈ ഫ്രണ്ട് അബൌട്ട് ഓൾ വാട്ട് ഹാപ്പൻഡ്. എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് അവൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. ഇങ്ങനെ ആരോടെങ്കിലും ഒരു മനുഷ്യരോട് പറയുമ്പോൾ അവിടെയാണ് ടോൾഡ് എന്ന് വാക്ക് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ വെറുതെ വിഷയം പറയുകയാണ്, കാര്യം പറയുകയാണ്, ബുദ്ധിമുട്ട് പറയുകയാണ്, പ്രശ്നം പറയുകയാണ് എന്ന് പറയുമ്പോൾ there is only a message in that we use said. He said about that. He said about his experience. He said about his pains. He said about the expenses എന്ന് പറയും. പക്ഷേ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു മനുഷ്യൻ, ഹി ടോൾഡ് മീ, ഹി ടോൾഡ് അബൌട്ട് യു, he told about his pain, he told about his class expenses എന്ന് വരുമ്പോൾ he told about class expenses to me. അങ്ങനെ മീ അല്ലത് ഏതെങ്കിലും ഒരു തേർഡ് മനുഷ്യൻ്റെ ഒരാൾ വരും പ്ലേസ് വരുമ്പോൾ when you mention a third person,
ദാറ്റ് സെൻറ്റൻസ് ദോസ് സെൻറ്റൻസസ് വിൽ യൂസ് ടോൾഡ്. ഞാനോട് എന്ത് പറഞ്ഞു? വാട്ട് ഡിഡ് യു ടെൽ ഹിം? കാരണം അവിടെ നീ അവനോട്, അപ്പോൾ ടെൽ വരും. വാട്ട് ഡിഡ് യു സേ? നീ എന്ത് പറഞ്ഞു? അവിടെ സേ. അവിടെ ആളില്ല, സോ ടെൽ അല്ല, സേ. വാട്ട് ഡിഡ് യു സേ ഇൻ ദി ക്ലാസ്? നീ ക്ലാസ് റൂമിൽ എന്ത് പറഞ്ഞു? വാട്ട് ഡിഡ് യു സേ ഇൻ ദി ക്ലാസ്? അവിടെ ആ മനുഷ്യരല്ല, തേർഡ് പാർട്ടി ഇല്ല, സോ വാട്ട് ഡിഡ് യു സേ ഇൻ ദി ക്ലാസ്? വാട്ട് ഡിഡ് യു സേ ഇൻ ദി ഈവനിങ്? വാട്ട് ഡിഡ് യു ടെൽ ടു മീ? വാട്ട് ഡിഡ് യു ടെൽ ടു ഹിം എന്നൊക്കെ വരുമ്പോൾ അവിടെ ദർ ഇസ് എ തേർഡ് പാർട്ടി. സോ ആ സ്ഥലത്ത് നമ്മൾ ടെൽ, ടോൾഡ് യൂസ് ചെയ്യും. ബാക്കി എല്ലാ സ്ഥലത്തും said യൂസ് ചെയ്യും, സേ, said യൂസ് ചെയ്യും. So friends, this is the small difference between say, said and tell, told. Practice in your English every day and try to develop a perfect English. Thank you from your James.